അങ്ങനെ ഇന്നും 29 രൂപ LPG സിലിണ്ടറിന് കൂടിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ വീട്ടിലുപയോഗിക്കുന്ന ഒരു ഗ്യാസ് സിലിണ്ടർ വാങ്ങണമെങ്കിൽ 950 രൂപ വരെ കൊടുക്കണം. അപ്പോൾ അറിയാമല്ലോ, എല്ലാം പിന്നെ ഈ പൊതുമേഖലാ കമ്പനികൾ നഷ്ടത്തിലായതുകൊണ്ടാണ്, അവർക്ക് നഷ്ടം വരുന്നത് കൊണ്ടാണ് സർക്കാർ കൂട്ടുന്നത് എന്നാണ് സർക്കാരിൻ്റെ വാദം. അതെ, ഈ കമ്പനികളെല്ലാം നഷ്ടത്തിലാണ്. അത് തെളിയിക്കുന്നതാണ് ഈ കമ്പനികൾ. ഈ 3 കമ്പനികളുണ്ട്. അതായത് ഒന്ന് ഭാരത് പെട്രോളിയം ലിമിറ്റഡ്, മറ്റൊന്ന് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, മറ്റൊന്ന് ഹിന്ദുസ്ഥാൻ പെട്രോളിയം ലിമിറ്റഡ്. ഈ 3 കമ്പനികളും നഷ്ടത്തിലാണെന്ന് തെളിയിക്കുന്നതാണ് ഇവർ തന്നെ എല്ലാ വർഷവും സെബിക്ക് കൊടുക്കുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ്. നമുക്കത് ഈസി ആയിട്ട് കിട്ടും. ഒന്ന് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി, അല്ലെങ്കിൽ സ്ക്രീനർ എന്നൊരു ആപ്പ് ഉണ്ട്, ഇതിൽ നോക്കിയാലും കിട്ടും. അതിലെല്ലാം കാണിക്കുന്നുണ്ട് ഇവർ ലോസിലാണെന്ന് തന്നെ. അതെ, ലോസിലാണ്, ഭയങ്കരമായിട്ട് ലോസിലാണ്. ഇവർ 3 പേരും കൂടെ ഒരുമിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം 1 ലക്ഷം കോടി രൂപയുടെ പ്രോഫിറ്റ് കാണാൻ പറ്റുന്നുണ്ട്. അതെ, ലോസിലാണല്ലോ. മറ്റെല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങൾ പോലെ ഇതും കുറേ ഓഫേഴ്സ് കൊടുത്ത് നഷ്ടത്തിലാക്കണമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഈ ഒരു കമ്പനികളിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റിനേക്കാൾ കൂടുതലാണ് സർക്കാരിന് ഈ സ്ഥാപനങ്ങളിലൂടെ വിൽക്കുന്ന ക്രൂഡ് ഓയിൽ പ്രൊഡക്ട്സ് വിറ്റ് കിട്ടുന്ന ടാക്സ്. അത് ഏകദേശം പല കണക്കുകൾ പ്രകാരം 3 ലക്ഷം കോടിക്ക് മുകളിലാണ് ഓരോ വർഷം കിട്ടുന്നത്. അപ്പോൾ സർക്കാരിന് 2 രീതിയിലാണ് ഇതേ സ്ഥാപനങ്ങളിലൂടെ പ്രോഫിറ്റ് അല്ലെങ്കിൽ വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ക്രൂഡ് ഓയിലിൻ്റെ വില അന്താരാഷ്ട്ര മാർക്കറ്റിൽ കയറുമ്പോൾ ഒറ്റയടിക്ക് പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും ഒപ്പം LPGയുടെയും വില കൂട്ടുന്ന സർക്കാർ, അത് കുറയുമ്പോൾ ആ പ്രോഫിറ്റ് അത് സർക്കാർ ടാക്സിലൂടെ സർക്കാരിലേക്ക് തന്നെ ഡൈവേർട്ട് ചെയ്ത് വിടുന്ന ഒരു എക്കണോമിക്സ് ആണല്ലോ ഇവരുടെ കയ്യിലുള്ളത്. അത് നിങ്ങൾ എന്നാണ് മാറ്റുക? കോവിഡിൻ്റെ സമയത്ത് $20 പെർ ബാരലിനായിരുന്നു അന്നത്തെ ക്രൂഡ് ഓയിലിൻ്റെ റേറ്റ്. പക്ഷേ അന്നും നമ്മൾ ഇന്ത്യക്കാർ എത്ര രൂപയ്ക്കായിരുന്നു പെട്രോളും ഡീസലും വാങ്ങിയിരുന്നത്? പെട്രോളിൻ്റെ ഏകദേശം 80 മുതൽ 85 രൂപ വരെയായിരുന്നു അന്നും. അപ്പോൾ ആലോചിച്ച് നോക്കൂ, അന്ന് ഈ നമുക്ക് കിട്ടേണ്ട ഡയറക്റ്റ്ലി നമുക്ക്, അതായത് കസ്റ്റമേഴ്സിന് കിട്ടേണ്ട ലാഭം എവിടെ പോയി? അത് സർക്കാർ ടാക്സിലൂടെ സർക്കാരിലേക്ക് തന്നെ ഡൈവേർട്ട് ചെയ്ത് വിട്ടു. നല്ലൊരു എക്കണോമിക്സ് ആണ്. ചോദ്യം സർക്കാരിനോടല്ല, ജനങ്ങളോടാണ്. നമ്മളിത് എത്ര കാലം സഹിക്കണം? നമ്മളെന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ രാജ്യദ്രോഹിയാക്കുന്ന രാഷ്ട്രീയമാണ് ഇവിടെയുള്ളത്.